നാവികസേനയുടെ പ്രതിരോധ ശേഷിയിൽ നിർണായകമായ ഒരു മുന്നേറ്റത്തിന് ചുവടുവയ്ക്കുകയാണ് രാജ്യം. മൂന്നാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിധമാന്റെ കമ്മീഷനിംഗ്. നിലവിൽ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് INS അരിധമാൻ. ഇത് ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി അറിയിച്ചു. INS അരിധമാന്റെ വരവ് ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ ശേഷിക്ക് വലിയ ശക്തിയും ഊർജ്ജവും പകരുന്നതാണ്. വിശാഖപട്ടണത്തെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിലേക്ക് രണ്ടാമത്തെ SSBN ആയ INS അരിഘട്ട് ഔപചാരികമായി കമ്മീഷൻ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് INS അരിധമാന്റെയും വരവ്. INS അരിധമാനും സേവനത്തിൽ ചേരുന്നതോടെ ഇന്ത്യക്ക് ആദ്യമായി കടലിൽ 3 പ്രവർത്തനക്ഷമമായ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഉണ്ടാകും. ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിൽ നിർണായക പ്രാധാന്യമാകുന്ന അന്തർവാഹിനിയാണ് അരിധമാൻ. ദീർഘദൂരത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതും ദീർഘനാൾ സമുദ്രത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്നതുമാണ് ആണവ അന്തർവാഹിനികൾ. ഇവയ്ക്ക് ശബ്ദം കുറവാണതിനാൽ കണ്ടെത്താനും പ്രയാസമാണ്. മാത്രമല്ല, ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യ വികസിപ്പിച്ച അരിധമാൻ എന്ന അന്തർവാഹിനി. INS അരിഹന്ത്, INS അരിഘാത് എന്നിവയാണ് ഇതിനു മുൻപ് സേനയുടെ ഭാഗമായ ആണവ അന്തർവാഹിനികൾ. ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള K-15 സാഗരിക, K-4 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവയാണ് അരിധമാനിലെ പ്രധാന ആയുധങ്ങൾ. ശത്രുവിന്റെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും തകർക്കാൻ 533mm ടോർപിഡോകളും അരിധമാനിലുണ്ടാകും. 700 കിലോമീറ്ററാണ് K-15 സാഗരിക മിസൈലിന്റെ പ്രഹരശേഷി. K-4ന് 3500 കിലോമീറ്റർ ആക്രമണ പരിധിയുണ്ട്. മുൻഗാമികളായ അരിഹന്ത്, അരിഘാത് എന്നിവയെ അപേക്ഷിച്ച് കൂടുതൽ മിസൈലുകൾ വഹിക്കാൻ അരിധമാന് കഴിയും. 24 സാഗരിക മിസൈലുകൾ, 8 K-4 മിസൈലുകൾ എന്നിവയാകും അരിധമാനിലുണ്ടാവുക. മിസൈലുകൾ വിക്ഷേപിക്കാൻ 8 വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. എന്നാൽ മുൻഗാമികളിൽ 4 എണ്ണം മാത്രമാണുള്ളത്. 7000 ടണ്ണാണ് അന്തർവാഹിനിയുടെ ഭാരം. മണിക്കൂറിൽ 28 കിലോമീറ്ററാണ് സമുദ്രോപരിതലത്തിലൂടെയുള്ള സഞ്ചരിക്കുമ്പോഴുള്ള പരമാവധി വേഗം. 44 കിലോമീറ്റർ വേഗതയിൽ സമുദ്രാന്തർഭാഗത്തൂടെ സഞ്ചരിക്കും. 2021 അരിധമാൻ നീറ്റിലിറക്കിയത്. അന്നുമുതൽ കഠിനമായ സമുദ്ര പരീക്ഷണങ്ങളിലൂടെയാണ് അന്തർവാഹിനി കടന്നുപോകുന്നത്. 2035 ആകുമ്പോഴേക്കും നാവികസേനയുടെ സമഗ്ര ശാക്തീകരണമെന്ന ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികളെ ഒരേ സമയം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ സജ്ജമായിരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സേനയുടെ ആക്രമണ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി. ഇതിന്റെ ഭാഗമായി യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും എണ്ണം 200 ഉയർത്താനും രാജ്യം നീക്കം നടത്തുന്നുണ്ട്. നിലവിൽ ഇന്ത്യക്കാകെ വിവിധ തരത്തിലുള്ള 140 യുദ്ധക്കപ്പലുകളാണുള്ളത്. 2 വിമാനവാഹിനി, 13 ഡിസ്ട്രോയറുകൾ, 18 കോർവെറ്റുകൾ, 14 ഫ്രിഗേറ്റുകൾ, 17 ഡീസൽ എഞ്ചിൻ അന്തർവാഹിനികൾ, 2 ആണവ അന്തർവാഹിനികൾ, 115 പെട്രോളിംഗ് വെസലുകൾ, ഓഫ് ഷോർ പെട്രോളിംഗ് വെസലുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനമായവ. 55 യുദ്ധക്കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ ഷിപ്പ്യാർഡുകളിൽ നിർമ്മാണത്തിലാണെന്നാണ് കണക്കുകൾ. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കേണ്ടി വരിക. ഇതിനു പുറമെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെ 74 യാനങ്ങളുടെ നിർമ്മാണത്തിലുള്ള പ്രാഥമിക അനുമതിയും നാവികസേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 2.35 ലക്ഷം കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 9 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ, 2 ആണവ അന്തർവാഹിനികൾ, 7 ഫ്രിഗേറ്റുകൾ, 8 കോർവെറ്റുകൾ, മൈനുകൾ നീക്കം ചെയ്യാനുള്ള 12 കപ്പലുകൾ എന്നിവയുൾപ്പെടുന്ന വലിയ പദ്ധതിയാണ്. ഇത് പൂർത്തിയാകുമ്പോഴേക്കും നാവികസേനയുടെ ശക്തി കൂടുതൽ വർദ്ധിക്കും. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധവും കണക്കിലെടുത്താണ് നാവികസേനയെ വിപുലീകരിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികശക്തികളിലൊന്നാണ് ചൈന. 350 യുദ്ധക്കപ്പലുകളാണ് ചൈനയ്ക്കുള്ളത്. 2 വിമാനവാഹിനികളാണ് ചൈനയ്ക്കുള്ളത്. മൂന്നാമതൊരെണ്ണം പരീക്ഷണ ഘട്ടത്തിലുമാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി നാവികസേനയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഒരുങ്ങുന്നത്. ഇതിനു പുറമെ കാലാവധി കഴിയാറായ പഴയ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും സേനയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. എന്നാൽ 2035 ലക്ഷ്യം കൈവരിക്കാൻ നിരവധി പ്രതിസന്ധികളും ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകൾക്ക് ഇതിനാവശ്യമായ ശേഷി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതും വലിയ തോതിൽ ചെലവ് ഇതിനായി വരുമെന്നുള്ളതും വെല്ലുവിളിയാണ്. മാത്രമല്ല, യുദ്ധക്കപ്പലുകൾ പോലെയുള്ള സങ്കീർണമായ സൈനിക യാനങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണവും ഇന്ത്യയിൽ കുറവാണ്. ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന ലക്ഷ്യം പൂർത്തിയായാൽ 2035 ആകുമ്പോഴേക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അപ്രമാദിത്യ ശക്തിയായി ഇന്ത്യ മാറുമെന്നതിൽ സംശയമില്ല.